വൈക്കം ക്ഷേത്ര കലാപീഠനത്തിന് ആദ്യ വനിതാ മാനേജർ. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ക്ഷേത്ര കലാപീഠത്തിൽ ആദ്യമായാണ് വനിതാ മാനേജർ ചുമതലയേൽക്കുന്നത്. വൈക്കം കിഴക്കേനട സ്വദേശിയെ ആർ ബിന്ദുവാണ് മാനേജരായി ചുമതലയേറ്റത്. നിതിൻ തോമസ് ഉണ്ട്. വിപ്ലവകരമായ തീരുമാനത്തിന്റെ വിവരങ്ങൾ എന്താണ് നിതിൻ? അങ്ങനെ വൈക്കം ക്ഷേത്ര കലാപീഠത്തിന് ആദ്യ വനിതാ മാനേജർ ഉണ്ടായിരിക്കുന്നു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ക്ഷേത്ര കലാപീഠത്തിൽ ആദ്യമായാണ് വനിതാ മാനേജർ ചുമതല ഏൽക്കുന്നത്. വൈക്കം കിഴക്കേനട സ്വദേശിയെ ആർ ബിന്ദുവാണ് മാനേജരായി ചുമതലയേറ്റത്. നിതിൻ, വിവരങ്ങൾ. വൈക്കം ദേവസ്വം അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫീസിലെ സീനിയർ ക്ലർക്കായിരുന്ന ബിന്ദുവിന് കഴിഞ്ഞ ദിവസമാണ് മാനേജറായി സ്ഥാനക്കയറ്റം ലഭിച്ചത്. ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ക്ഷേത്ര കലാപീഠത്തിൽ ആദ്യമായാണ് ഇത്തരത്തിലൊരു വനിതാ മാനേജർ ചുമതലയേൽക്കുന്നത്. വൈക്കം ക്ഷേത്രത്തിലെ കലാപീഠത്തിൽ ആദ്യ വനിതാ മാനേജറായിട്ടാണ് ആർ ബിന്ദു ചുമതലയേറ്റിരിക്കുന്നത്. വൈക്കം സ്വദേശി തന്നെയാണ്. വൈക്കം കിഴക്കേനട ഉപാസനയിൽ ആർ ബിന്ദുവാണ് മാനേജറായി ഇപ്പോൾ ചുമതലയേറ്റിരിക്കുന്നത്. ബിന്ദുവിന്റെ ഭർത്താവ് ജി വേണുഗോപാൽ ദേവസ്വം ബോർഡിന്റെ മരാമത്ത് വിഭാഗം എഞ്ചിനീയർ ആയിരുന്നു. 2012 വേണുഗോപാൽ അന്തരിച്ചു. ആശ്രിത നിയമനം വഴി 2017 ബിന്ദു ദേവസ്വം ബോർഡിൽ ജോലിക്ക് കയറുന്നത്. ആദ്യം ഓഡിറ്റ് വിഭാഗത്തിലും പിന്നീട് കോട്ടയം വൈക്കം അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫീസുകളിലും ജോലി ചെയ്ത് ബിന്ദു ഇപ്പോൾ വൈക്കം ക്ഷേത്ര കലാപീഠത്തിന്റെ ആദ്യ വനിതാ മാനേജറായി ചുമതലയേറ്റിരിക്കുകയാണ്. ഈ പഞ്ചവാദ്യം, നാദസ്വരം, തവിൽ തുടങ്ങിയ വാദ്യകലകളിൽ 3 വർഷത്തെ കോഴ്സാണ് ഈ കലാപീഠത്തിൽ പഠിപ്പിക്കുന്നത്. ഇതിന്റെ മാനേജർ, അതായത് ഓഫീസ് ജോലികളായിരിക്കും ബിന്ദുവിന്റെ ചുമതലയിൽ വരുന്നത്.